GHFന്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഹ്യൂജ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ബോക്സ് തുറന്ന് നോക്കിയാൽ എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് തുറക്കാം. നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൂവിനേക്കാൾ വലിയൊരു ബോക്സ് ആണ് കേട്ടോ. ഇതെന്താ സംഭവം അറിയാം? ഇതിൻ്റെ അകത്ത് നമ്മളൊരു സൈക്കിൾ വാങ്ങിച്ചിരിക്കുകയാണ്. സൈക്കിള് ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതേപോലെ ഇത് അൺബോക്സ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന കൂടി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ അർബൻ ടെറൈൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡാണ്. ഒരു മൗണ്ടൻ സൈക്കിളാണ് നമ്മൾ എടുക്കുന്നത്. സിറ്റി സൈക്കിളല്ല, ഒരു മൗണ്ടൻ സൈക്കിളാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് അർബൻ ടെറൈൻ്റെ മൗണ്ടൻ സൈക്കിള് 5001 എന്ന് പറയുന്ന S5001 S എന്ന് പറയുന്നതില് അതെ നമ്പർ 1. അതിൻ്റെ വീൽ സൈസ് എന്ന് പറയുന്നത് 27.5 ആണ്. അപ്പൊ അതൊരു 6 അടി വരെയുള്ള ആൾക്കാർക്ക് അതെ. അതുപോലെ ഇതിൻ്റെ അകത്താണെന്നതിൽ 2 ഡിസ്ക് ബ്രേക്ക് ആണ്, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ആണ്. അപ്പൊ നമുക്കിത് നേരെ പൊട്ടിച്ചു നോക്കിയാലോ? ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് വലിയ ബോക്സ് പൊട്ടിക്കാം. അപ്പൂസ് കൊണ്ട് നമ്മൾ കൂടെ കേട്ടോ. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. 20,000. ഇത് സിംഗിൾ സ്പീഡ് ആണ്, നമ്മുടെ ഗിയർ സൈക്കിൾ അല്ല. ബോക്സ് തുറന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കിട്ടുന്ന സാധനങ്ങൾ അക്സസറീസ് എന്തൊക്കെയാണെന്ന് കാണിക്കാം. അപ്പൊ നമുക്കൊരു മഡ് ഗാർഡ്, ഫ്രണ്ടും ബാക്കിന്റെ മഡ് ഗാർഡ് ഉണ്ട് ഇതിന്റെ കൂട്ടത്തില്. എന്താ ഇത്? മഡ് ഗാർഡ് ഉണ്ട്. അതേപോലെ നമ്മുടെ സീറ്റ് ഉണ്ട്. ഇല്ല, ആരും സൈക്കിളും ചെയ്യില്ല, സബ്സ്ക്രൈബും ചെയ്യത്തില്ല കേട്ടോ. ഇനി നമുക്ക് സൈക്കിൾ പുറത്തോട്ടേക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. ഒരു 80% അസംബിൾ ചെയ്തേക്കുന്നതാണ്. ബാക്കി നമ്മൾ 2-3 സാധനങ്ങൾ കൂടി അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ 100% പെർഫെക്റ്റ് കണ്ടീഷൻ ആകും. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണുള്ളത്. ലാസ്റ്റ് ഒരു സാധനം കൂടി ഇല്ലാത്തുണ്ട്, ഒരു ചെറിയ കവർ കേട്ടോ. ഇത് ടൂൾ ബോക്സ് ആണ്. എൻ്റെ ലാങ്കിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഇതിനകത്ത് വരുന്നത്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. കൊള്ളാമോ? ഒരു ഇൻസ്റ്റാളേഷൻ ഗൈഡ് ഉണ്ട്. അതേപോലെ ഒരു ബാക്ക് റിഫ്ലക്ടർ ഉണ്ട്. അതേപോലെ തന്നെ 2 എല്ലാങ്കിയും ഒരു സ്പാനർ പോലത്തെ ഒരു സാധനമുണ്ട്. പെഡലുണ്ട്. അതിൻ്റെ പെഡൽ പിന്നൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇനി കാലിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ യൂസർ ഗൈഡിൽ യൂസർ ഗൈഡല്ല, ഇത് ഇൻസ്റ്റാളേഷൻ ഗൈഡാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവർ എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വേണമെങ്കിലും അസംബിൾ ചെയ്യാം. അപ്പോൾ ഇത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 6 മാസത്തെ വാറണ്ടിയാണ് ഫ്രെയിമിനൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. സൈക്കിൾ നമ്മുടെ അടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ടൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് നമുക്കിപ്പം ഓടിച്ചു വെക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ കൂടെ പമ്പില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പമ്പ് വാങ്ങിച്ചിട്ട് കാറ്റടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ടൈ ചെയ്തേക്കുന്നതിൽ പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ടൈ ഉണ്ടായിരുന്നു, കാരണം ഇത് ഈ രീതിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടി കുറച്ച് ടൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു. ഇത് നമ്മുടെ ഫ്രണ്ട് ടയറാണ് കേട്ടോ. അതുപോലെ കാറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ പരിപാടി നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ എല്ലാങ്കി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ലൂസ് ആക്കണം ആദ്യം. അപ്പോൾ ഇത് നേരെ തിരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഇത് 2 എല്ലാങ്കി ഇട്ട് 2 സ്ക്രൂ ഊരിയതിന് ശേഷം അത് തിരിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരിക. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ഈ റാ പോലിരിക്കുന്ന ഈ ഒരു ഭാഗം ഫ്രണ്ടിലാണോ വരുന്നതെന്ന് കൂടി ഉറപ്പ് വരുത്തുക. എന്നിട്ട് തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം
അതായത് നേരെ ഫ്രണ്ടിലേക്ക് ആക്കിയതിന് ശേഷം ബാർ ഫിറ്റ് ചെയ്യാനുള്ള ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ സ്ക്രൂ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഉള്ള പരിപാടി ഈ ഹാൻഡിൽ ബാർ ഇതേ പിടിപ്പിക്കണം. അപ്പോൾ ഈ ഹാൻഡിൽ ബാറിൻ്റെ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വെച്ചിരിക്കുന്ന ഈ പ്രൊട്ടക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യണം. അതേപോലെ ഇത് ലൂസാക്കി നമ്മൾ മാറ്റി വയ്ക്കണം. അതേപോലെ ഇവിടെ ഇതുണ്ടല്ലേ, ഇതേപോലെ 4 എല്ലാങ്കി സ്ക്രൂകളുണ്ട്. അപ്പോൾ ഇത് 4 ലൂസാക്കി ഊരി മാറ്റിയിട്ട് ഇതെടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് വേണം ഇത് തിരിച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതും ഇതിൻ്റെ അകത്തുള്ള പരിപാടിയാണ്. അപ്പോൾ തന്നെ നമ്മളെ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആദ്യം ഇത് മൊത്തത്തിൽ ഊരി അഴിച്ചു, ഈ 4 നട്ട് ഊരി മാറ്റി. അതിനുശേഷം അപ്പൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തു. നമ്മളാണെന്നൊരു അത് പെടല അത് മാറി അപ്പോൾ ചെയ്തിട്ടാണ് ഇതുണ്ടോ. ഈ 2 കേബിൾ ഈ ഫ്രണ്ടിൽ തന്നെ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ നോക്കുക, ബാക്കിൽ വരല്ലേ. അപ്പോൾ ഈ 2 രീതിയിൽ സെറ്റ് ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ അലൈൻ ചെയ്തു. എന്നിട്ട് ശേഷം ഈ 4 നട്ടും ടൈറ്റ് ആക്കുക. അപ്പം ഇതൊരിച്ചിട്ട് പണിയുള്ള പരിപാടിയാണ് ഈ ഹാൻഡിൽ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. പിന്നേക്കാ പരിപാടിയാണ് വീല് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ ഇതൊന്ന് ഞാൻ ടൈറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറയുന്നത് വീല് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീലിടുന്ന സ്ഥലത്ത് ഒരു കവങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഊരി മാറ്റിയുണ്ട്, ഇതങ്ങ് മാറ്റുക. അതിനുശേഷം വീലിടാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഊരിയെടുക്കുന്നതാണ്. ഒരു നട്ടുണ്ട്, അതേപോലെ ഒരു ലോക്കുണ്ട്. ഇതുണ്ട്, ഇതുപോലത്തെ 2 ലോക്കുണ്ട്. ആ 2 ഇതുണ്ട്, ഇതുപോലത്തെ 2 ലോക്കുണ്ട്. ആ 2 ലോക്ക് നമ്മൾ ഊരിയെടുത്തു. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ വീലെടുത്ത് അതിനകത്തേക്ക് കയറ്റിയിടുക. വീലിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വെട്ടുണ്ടല്ലോ, നമ്മൾ ആ ക്യാപ്പ് ഊരിയെ അവിടേക്ക് ഇത് കയറ്റിയിടുക എന്ന് പറയുന്നതാണ്. അതേപോലെ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അകത്തൊരു റെഡ് ഒരു റെഡ് ക്ലാമ്പ് പോലെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ ഡിസ്ക് കയറിയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നല്ല നോക്കിയിട്ടാൽ മതി. പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല, അത് കറക്റ്റായിട്ടാണ് നോക്കിയിടുക എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു വെട്ട് കണ്ടോ, ആ വെട്ടിലേക്ക് ഇത് കയറ്റി ഡിസ്ക് വരുന്ന രീതിയിൽ കണ്ടോ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് 2 ഇതിൻ്റെ അകത്തിടുക. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ക്ലാമ്പാണ്. അപ്പോൾ ഇതിട്ടതിന് ശേഷം ഇതിനടിയിലൊരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഇതിൻ്റെ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. ഈ ഒരു എഡ്ജ് ഈ ഒരു ഗ്യാപ്പിലേക്ക് വീഴുന്ന ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിലേക്ക് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. അതിനുശേഷം ഈ നട്ടിട്ട് മുറുക്കുക. മറ്റേ പപ്പയുടെ മറ്റേ നട്ടിങ് എടുത്ത് തന്നെ. അതിനുശേഷം നമ്മൾ നട്ടിട്ടു. ഈ നട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ. ഇത്രയുള്ള പരിപാടി. അത് ടൈറ്റ് ചെയ്തു. അത് ടൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഈ നട്ട് പന്നലാക്കി കളയല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ട് വീല് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീലൊന്ന് കറക്കിക്കുക നല്ലപോലെ. നമുക്ക് ബ്രേക്ക് ഒന്ന് പിടിച്ച് നോക്കണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് തട്ടുന്നൊരു ഒരച്ചിൽ കാണാം, അതേ ഉള്ളൂ. നമ്മൾ വീലിട്ട് കറക്റ്റ് ആണോ എന്ന്, ആ ബ്രേക്കെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മൾ ബ്രേക്ക് പിടിച്ചപ്പോൾ അത് സെറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് കൈ നല്ല വൃത്തിയായിട്ടൊന്ന് നോക്കണം കേട്ടോ. കാരണം ഡിസ്ക് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അത് നല്ലൊരു രീതിയിൽ നോക്കുക. നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീല് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്ക വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് പെഡലിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമുക്ക് 2 പെഡൽ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ലെഫ്റ്റും റൈറ്റും എഴുതിയിട്ടുണ്ട്. ഇവിടാണോ? തണ്ട് ഇതിൻ്റെ അകത്ത് ലെഫ്റ്റും റൈറ്റും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയും വെച്ചാൽ നമ്മൾ ഈ ത്രെഡിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ത്രെഡ് സെറ്റ് ചെയ്യുക കേട്ടോ ആദ്യം. അതിന് ശേഷം മാത്രം നമുക്ക് തന്നിരിക്കുന്ന ആ ടൂൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ആ ടൂൾ ഇച്ചിരി സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ട് നമുക്ക് ഈ പരിപാടി നടക്കത്തില്ല. ഇപ്പോൾ വേറൊരു നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്പാനർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് സൈക്കിൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് കുറച്ച് കട്ടി കുറവുള്ള സ്പാനറാണ് കേട്ടോ.
തന്നെ പെഡൽ നമ്മൾ രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് കറങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കുറച്ച് കൂടി ടൈറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ആ സ്പാനർ അത്ര പോരാത്തതുകൊണ്ട്, സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ടൈറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നല്ലൊരു ഹെവി സ്പാനർ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം പരിപാടി കഴിഞ്ഞു. ചെയിൻ തന്നെ പുതിയതാണ്, തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നട്ടും ബോൾട്ടും എല്ലാം നോക്കി എല്ലാം പുതിയ തന്നെയാണ്, യൂസ്ഡ് ഒന്നുമല്ല. അതിൽ എന്ത് തുരുമ്പടിച്ചൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് വീലിൽ നിന്ന് ഊരിക്കളഞ്ഞ പോലൊരു കപ്പുണ്ട്. ഇത് ഈ നട്ട് ബോൾട്ടാണ് ഒരു തമ്മി ഇടിക്കാതിരിക്കാനും അല്ലെങ്കിൽ ഉരഞ്ഞ് കീറാതിരിക്കാനൊക്കെയുള്ള പരിപാടിക്ക് വേണ്ടിയാണ് ആ കബോർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഊരിക്കളഞ്ഞിട്ടുണ്ട്. നട്ടും കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം തന്നെ വൃത്തിയാണ്, പക്ക നീറ്റായിട്ടുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് 2 ടയർ ഒന്ന് കറക്കി ബ്രേക്കിംഗ് കൂടി കറക്റ്റാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സീറ്റ് വയ്ക്കാനുള്ള പരിപാടി നോക്കാം. ഇത് നമുക്ക് ആ സീറ്റ് വയ്ക്കുന്ന പോർഷൻ കറക്റ്റായിട്ടുണ്ട്. നമ്മൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിഫ്ലക്ടർ നമുക്ക് കളത്തേക്ക് താഴെ വെക്കണോ എന്നനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബാക്കിൽ ആ റിഫ്ലക്ടർ കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്യുകയോ അതിന് ശേഷം സെറ്റ് ചെയ്യുകയോ ചെയ്യാം. നമുക്കിത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതല്ലേ നമ്മുടെ സീറ്റിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് വെച്ച് ആ ക്ലിപ്പ് ലോക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് അവിടെ നിന്നോളും. പിന്നെ ഇതിനകത്ത് ആണെങ്കിൽ ഈ സീറ്റിൻ്റെ ഹൈറ്റല്ല, ഈ സീറ്റിൻ്റെ ഈ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യാം. എല്ലാം കീ വെച്ചിട്ട് അതുപോലെ ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഫ്രണ്ട് ബ്രേക്ക് രണ്ട് ബ്രേക്കും ഫ്രണ്ടല്ല 2 ബ്രേക്കും നമുക്ക് ഓരോ പൊസിഷനിൽ വെച്ചിട്ട് അതും ടൈറ്റ് ചെയ്യണം. അതും ലൂസാക്കിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എവിടെ വെക്കണോ ആ പൊസിഷൻ എടുത്തതിന് ശേഷം ലൈൻ ക്യൂ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാ നട്ടും ബോൾട്ടുകളൊക്കെയും ടൈറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇനി 2 വീല് നമുക്ക് കറക്കി നോക്കി ബ്രേക്കിങ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ ഒന്ന് കറക്കിട്ടെ. അപ്പം ഫ്രണ്ടിലത്തെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിലേക്ക് കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇനി കുറച്ച് മിനുക്ക് പരിപാടിയാണുള്ളത്. അതിന് മുമ്പുള്ള ഫൈനൽ പരിപാടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീലിംഗ് ടൈം. നമുക്ക് ഇനി റാപ്പ് ചെയ്തേക്കുന്ന മൊത്തം പെയിൻറ്റ് സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടി റാപ്പ് ചെയ്തേക്കുന്ന മൊത്തം നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ സൈക്കിൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കാറ്റ് വഴി അടിച്ചാൽ മാത്രം മതിയാകും. നമ്മൾ 2 മഡ് ഗാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാഗിലെ റിഫ്ലക്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയല്ലേ? സിംഗിൾ സ്പീഡ്, 2 ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക്, അതേപോലെ തന്നെ ഷോക്കും കൂടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇത് മൗണ്ടൻ ബൈക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിലും എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഈ ബൈക്കിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നില്ല, ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഏത് സൈക്കിൾ വാങ്ങിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ആയിട്ട് ഇവരുടെ ഇൻസ്റ്റാളേഷൻ സർവീസ് കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൂടി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കൊണ്ട് തന്നെ ഇത് അസംബിൾ ചെയ്യാൻ ഇച്ചിരി പ്രയാസമുള്ള സാധനമാണ്. നൈറ്റെല്ലാം എല്ലാം ടൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് സൈക്കിൾ വർക്ക്ഷോപ്പ് ഇല്ലാത്തവരും അതേപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യാൻ പ്രയാസം തോന്നുന്നവരും ആ ഒരു സർവീസ് കൂടി എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇത് അസംബിൾ ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ വേറൊരാളുടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലിരിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു അസംബിൾ വീഡിയോ ആണ്. ഇത് നമുക്ക് പെഡലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, കാറ്റടിക്കണം. അതിനുശേഷം വേണം നമുക്ക് റൈഡ് പോകാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.